ഇതുവരെയായിട്ടുള്ള നമുക്ക് ഓണാണോ? അപ്പോൾ ആദ്യമായിട്ട് ഷിഗല്ല കേസുകൾ ഇതുവരെയുള്ള, അപ്പം അതിൽ ഒന്ന് ജില്ലയും ഈ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ജാനുവരി മുതൽ ഈ മാസം വരെയുള്ള ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 9 കേസുകൾ ഈ മാസം റിപ്പോർട്ട് ചെയ്തു. ജാനുവരി മുതൽ ജൂൺ വരെ 16 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇവിടെ മരണസംഖ്യയില്ല. കൊല്ലം ഈ മാസം 4 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ജാനുവരി മുതൽ ജൂൺ വരെ 7 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇവിടെ മരണമില്ല. ആലപ്പുഴ ഈ മാസം 3 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ടോട്ടൽ ഞാൻ ടോട്ടൽ എന്ന് പറയുന്നത് ജാനുവരി ടു ജൂണാണ്. ആലപ്പുഴയിൽ ഈ മാസം 3 കേസ് റിപ്പോർട്ട് ചെയ്തു. ടോട്ടൽ 6 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മരണമില്ല. പത്തനംതിട്ടയിൽ ഈ മാസം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ടോട്ടലില്ല, മരണമില്ല. അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ മാത്രമാണ് ഷിഗല്ല റിപ്പോർട്ട് ചെയ്യാത്ത ജില്ല. കോട്ടയം ടോട്ടലായിട്ട് 1 ആണ് ആകെ റിപ്പോർട്ട് ചെയ്തത്. ഈ മാസം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇടുക്കി ഈ മാസം 1 കേസ് റിപ്പോർട്ട് ചെയ്തു. ടോട്ടൽ 3. എറണാകുളം ടോട്ടൽ 2, ഈ മാസം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തൃശ്ശൂർ ഈ മാസം 4 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ടോട്ടൽ 5 കേസുകളാണ്. മരണം 1. ഈ 5 മരണങ്ങളിൽ 1 തൃശ്ശൂരാണ്. പാലക്കാട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മലപ്പുറം 9 കേസുകൾ ഈ മാസം റിപ്പോർട്ട് ചെയ്തു. ടോട്ടൽ 14 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2 മരണങ്ങൾ മലപ്പുറം ജില്ലയിലാണ്. കോഴിക്കോട് 22 കേസുകൾ ഈ മാസം റിപ്പോർട്ട് ചെയ്തു. ടോട്ടൽ 74 മരണം 2. വയനാട് ഈ മാസം 16, അതാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കണ്ണൂർ 2 കേസുകൾ ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അത് മാത്രമേ ടോട്ടലുള്ളൂ. കാസർഗോഡ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ടോട്ടൽ ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് 70. ജാനുവരി മുതൽ ജൂൺ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം കേസുകൾ 146. മരണം 5. അതിൽ 1 മരണം മാർച്ചിലായിരുന്നു. പിന്നെ ഈ അടുത്ത, അതായത് ഇപ്പോൾ മരണം നടന്നിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ഈ ജില്ലകളിലാണ് മരണം നടന്നിട്ടുള്ളത്. അതിൽ കോഴിക്കോടും മലപ്പുറവും 2 വീതവും. മലപ്പുറത്ത് 1 മരണം കഴിഞ്ഞ മാർച്ചിലായിരുന്നു. അതുകൂടെ കൂട്ടിയിട്ടാണ് 2 എന്ന് പറഞ്ഞ്. ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ്. മിനിഞ്ഞാന്ന് അവലോകനം കോഴിക്കോട് നടത്തിയപ്പോൾ 2 കുട്ടികളുടെ നില ഗുരുതരമായിരുന്നു. 1 കുട്ടിയാണ് ഇന്നലെ മരണപ്പെട്ടത്. ഇതാണ് ഷിഗല്ലയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ നിപയുടെ കേസുകളിൽ ഇതുവരെ 38 ടെസ്റ്റുകൾ നടത്തി. ഇപ്പോൾ പേഷ്യൻ്റായി അവിടെ കിടക്കുന്ന പേഷ്യൻറ്റിനെ മാത്രമേ പോസിറ്റീവുള്ളൂ. ബാക്കി എല്ലാം നെഗറ്റീവാണ്. അതായത് 38-ൽ 37 കേസുകളും നെഗറ്റീവാണ്. അപ്പോൾ ഈ ടോട്ടലായിട്ട് നോക്കുമ്പോൾ പകർച്ചവ്യാധികളുടെ സംഖ്യ എത്താണ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഈ വർഷം കൂടുതലാണ്. അതിൻ്റെ ഒരു മുഖ്യ കാരണമായിട്ട് ഞങ്ങൾ അവലോകനം നടത്തിയപ്പോൾ മനസ്സിലായത്, ഈ ശുചീകരണ പ്രവർത്തനങ്ങളും മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാരണം കുറേ തടസ്സപ്പെട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾക്കറിയാം, ലോക്കൽ ബോഡികൾ നിലവിൽ വരുന്നത് ഡിസംബറിലാണ്. ഏതാണ്ട് ഒരു 70-80% പുതിയ ആൾക്കാരാണ് വന്നിട്ടുള്ളത്. ഇവരെ ഒന്ന് പരിചയപ്പെട്ട് വരുമ്പോഴേക്കും മാർച്ച് 15-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിച്ചു. പെരുമാറ്റച്ചട്ടം വന്നു. പിന്നെ എല്ലാവരും ഇലക്ഷൻ മൂഡിലായി.
അതുകൊണ്ട് മുൻകാലങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാൾ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ തടസ്സം നേരിട്ടിട്ടുണ്ട്. അതാരുടെയും കുറ്റമല്ല. ഭരണസമിതികൾ പുതിയ ആൾക്കാർ വന്നു. പിന്നെ നിങ്ങൾക്കറിയാലോ, ജാനുവരി പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഒരു അസംബ്ലി മോഡായി. സ്വാഭാവികമാണ്, ഇതിലിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അതുകൊണ്ട് പകർച്ചവ്യാധികളുടെ എണ്ണം കൂടി. കാരണം ലോക്കൽ ബോഡിയാണ് ഇതിൻ്റെ അന്തരീക്ഷം ശുചീകരണത്തിൽ അവർക്കും പങ്കുണ്ട്, എല്ലാവർക്കും പങ്കുണ്ട്. എല്ലാവരും കൂടെ വിചാരിച്ചാലേ നടക്കും. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പിന്നെ മാത്രമല്ല, പരിശോധനയും ഞങ്ങൾ കുറേ കൂടെ വിപുലമാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ യാഥാർത്ഥ്യം മൂടി വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. പകർച്ചപ്പനിയല്ലേ, യാഥാർത്ഥ്യം മൂടി വച്ചാൽ നമ്മളെയും ബാധിക്കും ഭാവിയിൽ. അപ്പം അതുകൊണ്ട് സത്യമായി തന്നെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ അതിൻ്റെ എന്തായാലും വിമർശനങ്ങളുണ്ടാവും. ഒന്നും ചെയ്താലും ഉണ്ടാവും, ചെയ്തില്ലെങ്കിലും ഉണ്ടാവും. അപ്പോൾ പ്രവർത്തികൾ ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. പക്ഷെ ഇങ്ങനെ ഈ രോഗം വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിനൊരു കൺട്രോൾ ചെയ്യണമല്ലോ. ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ മേഖലയിലൊക്കെയുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഒന്ന് രോഗം ഉള്ള സ്ഥിതി, അതിനെ പ്രതിരോധിക്കണം. രോഗം വരാതിരിക്കാനുള്ള മാർഗം അത് പരിശോധിക്കണം. പിന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗങ്ങൾ അത് പരിശോധിക്കണം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് ഒരു വിപുലമായിട്ടുള്ള യോഗം ഇന്ന് എൻ്റെ ചേംബറിൽ കൂടി. അത് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഇന്നത്തെ യോഗ അല്പം നീണ്ടുപോയത്. അതാണ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായത്. അപ്പോൾ ഈ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാനൊരു ഹൈ പവർ കമ്മിറ്റി വേണം എന്നുള്ളൊരു ധാരണ മൊത്തത്തിലുണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്, ഇതിനു വേണ്ടി ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു കലണ്ടർ തയ്യാറാക്കുക. ഈ പകർച്ചപ്പനികൾ നിയന്ത്രിക്കാനുള്ള ഒരു കലണ്ടർ തയ്യാറാക്കുക. അപ്പം അതിന് ഓരോ സീസണിലും വരാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാനുള്ള നടപടികൾ. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നിപയുടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക കാലഘട്ടം, അതായത് മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷമാകുമ്പോൾ നമുക്കതിൻ്റെ പ്രിക്കോഷൻ എടുക്കാം നേരത്തെ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ കണ്ടുപിടിച്ചിട്ടുള്ള ഇത്രത്തോളമാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടുപിടിച്ചത് ഈ മാസങ്ങളിലാണ് ഇത് രോഗം പടരാനുള്ള സാധ്യത. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇതുപോലെയുള്ള ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത ഒരു കേസും പോസിറ്റീവ് പോലും നമുക്ക് ഒഴിവാക്കാനാണ് ഇനി ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇതിനൊക്കെ കണക്കാക്കിക്കൊണ്ട് അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നോട്ടായിട്ട് പിന്നീട് എത്തിച്ചു തരാം. ഒരു ജാഗ്രത സംവിധാനം ശക്തിപ്പെടുത്തണം. അപ്പോൾ അതിന് മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല, LSD വേണ്ടി വരും, അനിമൽ ഹസ്ബൻഡറി വേണ്ടി വരും. കാരണം മൃഗങ്ങളിൽ നിന്ന് പകരുന്ന രോഗങ്ങളുണ്ട്. ഇപ്പോൾ എലിപ്പനി അങ്ങനെയുള്ള അപ്പോൾ എലിപ്പനി വരാതെ നോക്കണമെങ്കിൽ വെള്ളക്കെട്ട് ഒഴിവാക്കണം. അതിൽ ലോക്കൽ ബോഡിയുടെ സഹകരണം വേണം. ഇങ്ങനെയുള്ള അതുപോലെ തന്നെ മരുന്നിൻ്റെ ലഭ്യതയും സംഭരണവും. അതിപ്പോൾ എല്ലാം നിങ്ങൾക്കറിയാം, KMSCL വഴിയാണ് ഈ മരുന്നുകൾ സംഭരിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യമുള്ളത്, ഈ ആവശ്യത്തിനുള്ള മരുന്നുകൾ ഇപ്പം മരുന്ന് സ്റ്റോക്കുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്ത് സർക്കാരിനൊരു റിപ്പോർട്ട് നൽകാൻ ഒരു ഞാൻ പറഞ്ഞ ഹൈ പവർ കമ്മിറ്റി. അതിൻ്റെ ചെയർമാനായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കൺസൾട്ടൻ്റാണ് ഡോക്ടർ SS ലാൽ. അദ്ദേഹം ചെയർമാനും പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമില മേരി ജോസഫ്, അവരാണ് പുതിയ പ്രിൻസിപ്പൽ സെക്രട്ടറി. അവർ കോഓർഡിനേറ്ററായി. ഡോക്ടർ ശ്രീജിത്ത് N. കുമാർ കൺവീനറായി. അംഗങ്ങളെന്ന് പറയുന്നത് സർക്കാർ സ്വകാര്യ മേഖലകളിലെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ. ഗവൺമെൻറ് കാരണം ആരോഗ്യം നിയന്ത്രിക്കണമെങ്കിൽ എല്ലാ മേഖലയും വേണം. അത് സ്വകാര്യവൽക്കരണമായിട്ട് ആരും കാണണ്ട.
ഇവർക്ക് റിപ്പോർട്ട് നൽകുന്ന ചുമതല മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇനിയിപ്പോൾ നാളെ അത് എഴുതാൻ നിൽക്കണ്ട. സ്വകാര്യ കാരണം എല്ലാ ആശുപത്രികളും ചികിത്സയുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ആ മേഖലയെ കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇപ്പോൾ IMA എന്ന് പറയുമ്പോൾ എല്ലാ ഡോക്ടർമാരും ഇല്ലേ, അപ്പോൾ അവരുടെ കൂടെ നിർദ്ദേശം അനുസരിച്ചാണ് എൻ്റെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആയുഷ് വകുപ്പിലെ ഡോക്ടർമാർ, അനിമൽ ഹസ്ബൻഡറി വകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവയിൽ നിന്നുള്ള വിദഗ്ധന്മാരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ലോക്കൽ ബോഡിയുടെ സംവിധാനം കൂടെ ഇതിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ സംസ്ഥാന തലത്തിൽ ആക്ഷൻ കമ്മിറ്റി വേണം, അതാണ് ഈ കമ്മിറ്റി. ഇനി ജില്ലാതലത്തിൽ ഔട്ട്ബ്രേക്ക് മോണിറ്ററിംഗ് യൂണിറ്റ്. ജില്ലകളിൽ വരുമ്പോൾ ചില രോഗങ്ങൾ ജില്ലകളിൽ മാത്രം. ഇപ്പോൾ ഷിഗല്ല എന്ന് പറഞ്ഞാൽ പാലക്കാടില്ല, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ, പത്തനംതിട്ട വന്നിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള, അതേസമയത്ത് ആ ജില്ലകളിൽ ചിലപ്പോൾ ഡെങ്കിപ്പനി ഉണ്ടാവാം, മറ്റ് അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതാത് ജില്ലകളിൽ ഒരു ഔട്ട് ബ്രേക്കിംഗ് മോണിറ്ററിംഗ് യൂണിറ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാതലത്തിൽ ആക്ഷൻ കമ്മിറ്റി, പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതിലെ സംസ്ഥാനത്തിലെ റാപ്പിഡ് ടീമിനെ കൂടെ, RRT ടീമിനെ കൂടെ ഇതിൽ ഉൾക്കൊള്ളാവുന്നതാണ്. സംസ്ഥാനതല ഔട്ട് ബ്രേക്കിംഗ് മോണിറ്ററിംഗ് കമ്മിറ്റി കൂടെ രൂപീകരിച്ച്, അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യമൊന്നും മറ്റൊന്നുമല്ല, പഞ്ചായത്ത് ലെവൽ വരെ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുക. രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ഇതിൻ്റെയൊക്കെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ആരോഗ്യ മന്ത്രാലയം തന്നെയാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി, DME, DHS തുടങ്ങിയ സംവിധാനങ്ങളാണ് ഏത് നിർദ്ദേശം ആരോഗ്യ വകുപ്പിൽ നടപ്പാക്കുക. അത് തികച്ചും ഔദ്യോഗികമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട്. ഇത് ഞങ്ങളെ സഹായിക്കാനൊരു കമ്മിറ്റി എന്നുള്ള നിലയ്ക്കാണ് ഹൈപ്പവർ കമ്മിറ്റീനെ നിയോഗിച്ചിട്ടുള്ളത്. അതായത് ഇതുപോലുള്ള എപ്പോഴും ഉണ്ടാവുന്ന ചില പകർച്ചവ്യാധികളെ ഇനി എങ്ങനെ ഭാവിയിൽ നിയന്ത്രിക്കാം, അതിനെക്കുറിച്ചാണ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത വർഷം മുതൽ കഴിയുന്നത്ര രോഗപ്രതിരോധം നടപ്പാക്കുക, അതാണ് ലക്ഷ്യം. അല്ല, ഇതിനൊരു സ്ഥിരം സംവിധാനമായിട്ട് തന്നെ പോകും. അതാ, അതെ, യെസ്. അതുപോലെ ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ആലോചിച്ച് തീയതി അറിയിക്കും. എന്തായാലും ചോദ്യം എങ്ങനെ? അതാണ് പറഞ്ഞത്, അതിൻ്റെ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നഗരത്തിൽ 3 ജലവിഭവ വകുപ്പ് മന്ത്രി യോഗം വിളിച്ചു. പ്രധാനമായി അന്ന് നഗരത്തിലെ വെള്ളക്കെട്ടുകൾ, പാർവതി പുത്തന ഉൾപ്പെടെ ശുദ്ധീകരിക്കുന്ന കാര്യങ്ങളാണ് ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെയുള്ള എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള ജലസ്രോതസ്സുകൾ തടസ്സപ്പെടുകയും അതൊക്കെ മലിനീകരിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ സർക്കാർ ആ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. എങ്ങനെ? ഞാൻ പറഞ്ഞ എല്ലാം ഞങ്ങൾ അന്ന് നഗരത്തിൻ്റെയാണ് അന്ന് ചർച്ച ചെയ്തെങ്കിൽ അത് ബാക്കി എല്ലായിടത്തും. കാരണം അതാണ് ഈ രോഗങ്ങളുടെ വലതിൻ്റെ ഉത്ഭവം. ഒരു കാലത്ത് പാർവതി പുത്തനാലിലൊക്കെ മുങ്ങിക്കുളിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം മുങ്ങിയാലത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇല്ല, അതുകൊണ്ടാണല്ലോ ഇത് ഞാൻ പറയാം. രോഗങ്ങളെ ആരും മറച്ചു വയ്ക്കുന്നില്ല. പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആധികാരികത ഉണ്ടാവണം. ഇപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞില്ലേ ചിലയിടത്ത് കൺഫ്യൂഷൻ വന്നു. അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കണക്ക് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടല്ലോ.
നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആയതുകൊണ്ടാണല്ലേ ഞങ്ങളിങ്ങനെ ഹൈപ്പർ കമ്മിറ്റിയിലേക്ക് പോകാൻ കാരണം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് രോഗങ്ങൾ പടരുന്നു, അത് ഗൗരവമായിട്ട് എടുക്കണം. അല്ല ഞാൻ അതിന് ശേഷം ഒരു രോഗമില്ല എന്ന് ആരെങ്കിലും പറയൂ? ഫോണിൽ വിളിച്ചാൽ എല്ലാവരും എടുക്കണം എന്നുള്ള നിർദ്ദേശം, ആരും ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എങ്ങനെ? അതെ, അതാ പറഞ്ഞേ, എല്ലാ ദിവസവും സൈറ്റിലിടുന്നുണ്ട്. പിന്നെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഓഫീസിൽ ചോദിക്കാം. ആ സൈറ്റിലിടുന്നുണ്ട്, പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. 5 മണിക്കാണ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞില്ല, വൈകുന്നേരം. ഇന്നലെ ഒരു ടെക്നിക്കൽ എറർ ഉണ്ടായിരുന്നു. ഡെങ്കു വന്ന് മരിച്ചു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എളുപ്പത്തിന് ഡയറക്ടറേറ്റ് പറയുന്ന ചില ന്യായങ്ങളുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇത് ഏത് ഭാഗത്ത് വന്നു, എവിടെയാണ് ഈ അസുഖം എന്നുള്ളത് പത്രങ്ങൾക്ക് പ്രത്യേകം കൊടുക്കേണ്ടി വരും. അപ്പൊ അത്തരം കമ്മ്യൂണിക്കേഷൻസ് കൊടുത്താൽ IDSP കുറച്ച് 2, 3, 5 എന്ന് പറഞ്ഞിട്ട് കണക്കിട്ട് ഇവരങ്ങ് പോകുന്നതാണ് സാധാരണ നടക്കുന്നത്. എന്നാലേ ഒരു പ്രത്യേക പ്രദേശത്ത് വന്നു എന്ന് അറിയിപ്പ് കൊടുത്താൽ H1N1 എന്ന് പറഞ്ഞാൽ അവിടുത്തെ വീടുകളിൽ അവർ സ്വയം ട്രേഡ് ആചരിക്കും, മറ്റ് പ്രിക്കോഷൻസ് എടുക്കും, ജനങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുത്താൽ മതി. അത് കൊടുക്കുന്നില്ല ഇപ്പോൾ. അതുണ്ടെങ്കിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കാം, ഡയറക്ഷൻ കൊടുക്കാം. അങ്ങനെ ഒരു രോഗവും മറച്ചു വയ്ക്കില്ല. ഇപ്പം നിങ്ങളെ മറച്ചു വയ്ക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, രോഗമുണ്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ DMO തരുമ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാക്കാം. അതിലൊന്നും യാതൊരു രീതിയിലുള്ള ഫോൺ എടുക്കാത്തത് എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഫോൺ എടുക്കുന്നത് ആരെങ്കിലും പറയൂ? അത് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ വന്നിട്ട് ആകെ 28 ദിവസമായിട്ടേ ഉള്ളൂ. ഈ 10 വർഷം ഉണ്ടല്ലോ, 10 വർഷത്തെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത് മാറ്റാം. അല്ല, നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഞാൻ സമ്മതിച്ചു, ശരി, പറയാം. അതിനെക്കുറിച്ചൊന്നും തർക്കമില്ല, തീർച്ചയായിട്ടും. അല്ല, അത് അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാരണം ഡോക്ടറായിട്ടല്ലല്ലോ ആരോഗ്യമന്ത്രിയായത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറുള്ള ഒരാളാണ് ഞാൻ. അതും പഠിക്കുന്നുണ്ട്. അവർക്ക് ഇതും പഠിക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ കോഴിക്കോട് നിപ്പ വരുന്നത് പേരാമ്പ്ര ഭാഗത്താണ്. അപ്പോൾ അതൊക്കെ പരിശോധിക്കുക. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് റിസർച്ച് നടത്തുക. ഇതുവരെ നടത്തിയ റിസർച്ചിലാണ് ഈ ചില പ്രത്യേക മാസങ്ങളിൽ ഇതുണ്ടാകാനുള്ള സാധ്യത. പക്ഷെ എന്ന് വിചാരിച്ച് ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ചില പ്രദേശങ്ങളിൽ മാത്രം ഉണ്ടാവുന്നു? എൻ്റെ അഭിപ്രായത്തിൽ ആ ഭാഗത്തും ഉണ്ടാവരുതെന്നാണ് ആഗ്രഹം. അല്ലാതെ ഇനിയിപ്പോൾ മലബാറിലായതുകൊണ്ട് തിരുവിതാംകൂറിലും കൊച്ചിയിലും കൂടെ വരണമെന്നൊന്നും നമ്മൾ ആരും ആഗ്രഹിക്കുന്നത്. ഉള്ളത് തന്നെ തുടച്ചു നീക്കാനാണ്. അതും എല്ലാം പഠന വിഷയമാണ്. കാരണം ഇതൊക്കെ ഒരുപാട് റിസർച്ച് നടത്തേണ്ടി വരും. കണ്ടീഷൻ അതേപോലെ കണ്ടിന്യൂ ചെയ്യാം. വെന്റിലേറ്ററിൽ സത്യത്തിൽ മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ആ രാത്രി അദ്ദേഹത്തിന് അവിടെ ഷിഫ്റ്റ് ചെയ്യുന്ന നേരത്ത് വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുള്ളത്, അന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഒരു 24 മണിക്കൂർ പോലും ആ രോഗി സർവൈവ് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷ ഡോക്ടർമാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ മാക്സിമം ട്രൈ ചെയ്യും. ഈ കാര്യത്തിലൊരു ഇതുണ്ട്, ഡോക്ടർമാരും താഴെയുള്ള ക്ലീനിങ് സ്റ്റാഫ് വരെ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് ഈ ഇത്രയും നേട്ടം ഉണ്ടാക്കാൻ കഴിയും. അതിൻ്റെ ക്രെഡിറ്റ് കൂടെ അവർക്കാണ്. എല്ലാ മരുന്നുകളും ഇപ്പോൾ സ്റ്റോക്കുണ്ട്. ഇത് സംബന്ധിച്ച് എല്ലാ മരുന്നുകളും ഇല്ല. ഇന്ന് തീരുമാനിച്ചിട്ടല്ലേ ഉള്ളൂ. ആസ് ഏർലി ആസ് പോസിബിൾ. അവലോകന യോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ആഴ്ചയിൽ നടത്തണമെന്ന് തീരുമാനിച്ചു. പിന്നെ അതുപോലെ ഡിപ്പാർട്ട്മെന്റ് വകയായിട്ട് ബോധവൽക്കരണം. ഇപ്പൊ തന്നെ ഇന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റി കമ്മീഷൻ എന്നാണ് ചാർജ് എടുത്തത്. അവർക്ക് കർശനമായുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വൃത്തിഹീനമായിട്ടുള്ള തട്ടുകടകൾ പൂട്ടിയേ തീരൂ. ഇതുവരെ അതിൽ സാറ്റിസ്ഫാക്ടറി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എല്ലായിടത്തും പോകുമ്പോഴും നോക്കാറുണ്ട്. തട്ടുകട ഞാൻ
എൻ്റെ രീതിയിലൊന്ന് പരിശോധിക്കാറുണ്ട്. അത് പ്രകാരം ഇപ്പോഴും ചിലയിടത്ത് വൃത്തിഹീനമായിട്ടുള്ള തട്ടുകടകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പുതിയ കമ്മീഷണറോട് പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമായും നടപടിയെടുക്കണം. പിന്നെ ചില ഹോട്ടലുകളിൽ ചൂടുവെള്ളത്തിൻ്റെ കൂടെ പച്ചവെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇന്നൊരു നിർദ്ദേശം കൂടെ കൊടുത്തിട്ടുണ്ട്, മിനറൽ വാട്ടറും പരിശോധിക്കണം. അതിലും തട്ടിപ്പുണ്ട്. സിറിഞ്ച് വെച്ച് കയറ്റുന്ന സമ്പ്രദായം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കണ്ടാൽ മിനറൽ വാട്ടർ കുടിക്കുമ്പോൾ എനിക്കും സംതൃപ്തി, നിങ്ങൾക്കും സംതൃപ്തി. പക്ഷേ സാധാരണ വെറും പച്ചവെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങളും നമുക്കുണ്ടാവും. ഇത്ര മതിയല്ലോ. അല്ല, നമ്മുടെ കുപ്പിയുള്ളതിലുണ്ട്, ബാരലുണ്ട്, കുപ്പിയുണ്ട്. അതും നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാളെ മിക്കവാറും ജില്ലാ കളക്ടർമാരുടെ DMOമാരുടെയും ഒരു ഓൺലൈൻ യോഗം നാളെ മിക്കവാറും ഉണ്ടാവും. ഇന്ന് സമയം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നാളെ ക്യാബിനറ്റ് ഉണ്ട്. അപ്പോൾ ക്യാബിനറ്റിലത് പ്രകാരം നോക്കിയതിന് ശേഷം, അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും മിക്കവാറും. എന്തായാലും നാളെ കളക്ടർമാരുടെയും DMOമാരുടെയും ഓൺലൈൻ യോഗം കൂടാൻ തീരുമാനിച്ചു. ഞാനതൊക്കെ കൊടുത്തു. അതായിട്ട് ഒരു ബന്ധവുമില്ല. അത് കേസെടുത്തോടെ വന്നാലെന്താ, കേസെടുത്താലെന്താ, ഞാനൊരു കക്ഷിയല്ല. അതിപ്പോൾ ഇപ്പം ഇനി ഒരുപാട് പറയാലോ. 2008 നടന്നതിൻ്റെ ഇപ്പോൾ കെ മുരളീധരൻ്റെ പേര് പറയണമെങ്കിൽ പിന്നെ വല്ലതും ഉണ്ടാവും. അത് അന്വേഷിച്ചോട്ടെ. ഇനി വേണമെങ്കിൽ വിജിലൻസോ ആരന്വേഷിച്ചാലും കുഴപ്പമില്ല. ഏതാ? അതായത് സ്വർണ്ണ തട്ടിപ്പ് കേസിൽ പെട്ടവരെയൊക്കെ ചില മർമ്മപ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങൾ നിയമിച്ചുകൊണ്ട് മിനിഞ്ഞാന്ന് ഒരു ഉത്തരവിറങ്ങി. ഞാനത് പരിശോധിച്ചു. ഞാൻ ആ നേരത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പം പിന്നെ ഒരു ഔദ്യോഗിക കത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. കത്തിൽ പറഞ്ഞിട്ടുള്ള ഇത്രയേ ഉള്ളൂ, വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരെ, കേസുകളിൽ സംശയത്തിൻ്റെ നിഴൽ നിൽക്കുന്നവരെ ഒരൗദ്യോഗിക സ്ഥാനങ്ങളിൽ നിയമിക്കരുത്. പക്ഷേ ദേവസ്വം ബോർഡിന് സ്വയംഭരണാധികാരമുണ്ട്. ഞാൻ പറഞ്ഞ് കേൾക്കണമെന്നില്ല. അങ്ങനെ കേട്ടില്ലെങ്കിൽ ഈ കൊള്ളയിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഗവൺമെന്റിന് കണക്കാക്കേണ്ടി വരും. അത് പറഞ്ഞിട്ടാണ് കത്ത് കൊടുത്തത്. അത് വിദഗ്ധ സംഘത്തിന്റെ അത് പറഞ്ഞിട്ടല്ലോ, ഈ വൃത്തിഹീനമായിട്ടുള്ള കുളത്തിൽ മുങ്ങി കുളിക്കുമ്പോൾ ഉണ്ടാവുന്ന, അതാണ് നേരെ ബ്രെയിനിനെ ബാധിക്കുന്നത്. ഇതാണ് മെയിൻ കാരണം. മറ്റേ നോക്കാം, നിങ്ങൾ പറഞ്ഞാൽ ഷവർന്ന് വന്ന് നോക്കാം. പക്ഷെ ഇതുവരെയുള്ള ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഈ മാലിന്യം കലർന്ന വെള്ളത്തിൽ ഇപ്പോൾ ഡൈവ് ചെയ്യുമല്ലോ, നീന്തൽ പടി, ഇപ്പം അതല്ലേ കുളത്തിൽ കുളിക്കുന്നുള്ളൂ. ഇപ്പം പഴയതുപോലെ ഒന്നും കുളത്തിൽ കുളിയൊന്നും ഇല്ലല്ലോ. ഈ അതിൻ്റെ ഫസ്റ്റ് റിപ്പോർട്ടാണിത്. അല്ല, അതിൻ്റെ റിപ്പോർട്ട് ഇത് മാത്രമേ പറയുന്നുള്ളൂ. അതായത് സ്പോൺസർ ചെയ്യുക. അപ്പോൾ ഞങ്ങളൊരു ബിൽഡിംഗ് കട്ടണം. അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറയും, ഇന്നലെ ഇതിൻ്റെ അല്ല, ആരോഗ്യവകുപ്പിൻ്റെ അല്ല, മറ്റേ നമ്മുടെ കടാമ്പുഴ ദേവസ്വം അവരുടെ 1-2 പ്രോജക്റ്റുകൾ IDBI ബാങ്കുകാർ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഇനോഗ്രേഷൻ ഞാൻ തന്നെ നടത്തി. ഇനി വെച്ചിട്ട് ഭരണം ദേവസ്ഥത്തിൻ്റെ തന്നെ അവരുടെ മറ്റേ ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടല്ലോ, ആദ്യമായിട്ട് കേരളത്തിൽ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയ ഒരു ആശുപത്രി അതാണ്. അവിടെ അതിനു വേണ്ടിയുള്ള വിപുലമായിട്ടുള്ളൊരു കെട്ടിടം IDBI ബാങ്കുകാർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൽ പിന്നെ സംശയമില്ലല്ലോ, അത് ഭരിക്കുന്ന ആരാണെന്നറിയാമല്ലോ. പക്ഷെ അവർക്ക് ഫുൾ ഫ്രീഡം കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഡയാലിസിസ് യൂണിറ്റ് കൺട്രോൾ ചെയ്യുന്ന മുഴുവൻ ദേവസ്വം ബോർഡാണ്. അതുപോലെയാണ് ആരോഗ്യം. ഇപ്പം ഒരു ബിൽഡിംഗ് വേണം, ഒരു ബാങ്ക് സ്പോൺസർ ചെയ്യാം. അത് വിചാരിച്ചിട്ട് ആ ബിൽഡിങ് അവരുടെ ആവുമല്ല, അവരുടെ CSR ഫണ്ട് ഉണ്ടാവും. ഇത് IDBI ബാങ്കിൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ബിൽഡിംഗ്. ഇന്നലെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ചർച്ചയിൽ അതായിരുന്നു.
CSR ഫണ്ടും കൂടെ ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ നവീകരണം. അപ്പം അതിനൊക്കെ ഉപയോഗിക്കാം. അത് ഇന്ന് നാളെയായിട്ട് അത് പരിഹരിക്കും. ഇതുവരെയായിട്ട് അങ്ങനെ നിയമിച്ചിട്ടില്ലല്ലോ. ഇതുവരെയായിട്ട് അങ്ങനെ ഒന്നും കാര്യമായിട്ട് ലൈസൺ ഓഫീസർമാർ വെച്ചിട്ടില്ല. പട്ടിക ഉണ്ട്, നിങ്ങൾക്ക് തരുന്ന ആൾക്കാർ മുമ്പ് നിയോഗിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ അറിയാണ്ട് ഒന്നും നടക്കില്ല. അതല്ല, അതിൽ ഒരു കാര്യമുണ്ട്, അത് ഒരിക്കലും അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. ഏതാ ഇപ്പോഴത്തെ DHS നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ് അവരുടെ പ്രവർത്തനം. പൂർണ്ണമായിട്ട് ഞങ്ങളുടെ ലൈനിനോട് സഹകരിക്കുന്നത്. അപ്പോൾ കാരണം ഇവർ മുമ്പ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ ചാർജിൽ 4 മാസം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, എന്ത് വിളിച്ചാലും. അതല്ലെങ്കിലും ഉണ്ടല്ലോ, ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ എടുത്തത്. ഇനി മുൾക്കിരീട് അല്ലെങ്കിൽ ഞാനെടുത്താൽ മുൾക്കിരീട് ആവുമല്ലോ. അതിലെന്താ സംശയം? അത് ഏത് വകുപ്പ് എടുത്താലും. ഇത് ഞാൻ പറയും, ഇത് വർക്കിംഗ് അറേഞ്ച്മെന്റിൽ ആരെങ്കിലും വെക്കുന്നതിന്റെ ഭാഗമല്ല. നിങ്ങൾ പറഞ്ഞ ലൈസൺ ഓഫീസർ എന്ന് പറയുന്നത് ചില ആൾക്കാരെ തൽക്കാലത്തേക്ക് വർക്കിംഗ് അറേഞ്ച്മെന്റിൽ വെച്ചിട്ടുണ്ട്. അത് ഒഫീഷ്യലല്ല, ഒരു സ്ഥിരമല്ല, പുതിയ നിയമനമല്ല, വർക്കിംഗ് അറേഞ്ച്മെന്റ്. വർക്കിംഗ് അറേഞ്ച്മെന്റ് നിയമിച്ചിട്ടുണ്ട്. വർക്കിംഗ് അറേഞ്ച്മെന്റിൽ വെക്കുന്നതും സ്ഥിരം വെക്കുന്നതായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ സംശയമില്ലല്ലോ. ഇനിയിപ്പോൾ നാളെ പറയണ്ട മന്ത്രിക്ക് നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല എന്ന് പറയണ്ട. അതായത് കൺഫേം. അതെ, ഇന്നലെ തന്നെ ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടിയിരുന്നു ശ്രീകല്യാണം. അത് പരിശോധിക്കുന്നു. ഞങ്ങൾക്ക് ഇതുവരെ ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, കിട്ടിയിട്ടില്ല. ഇന്നലെ തന്നെ കൺഫേം ആണ്. അത്രയേ ഉള്ളൂ. ആ മരണം 43 വയസ്സുകാരൻ്റെ. ഇല്ല, അത് തയ്യാറാക്കി അറിയിക്കും. അപ്പം നാളെ 12 മണിക്ക് കളക്ടർമാരുടെ ഓൺലൈൻ യോഗം 12 മണി. ഇനി തൽക്കാലം സംശയമൊന്നും ഇല്ലല്ലോ, ബാക്കി ഇനിയും കാണാമല്ലോ. ഇല്ല, അതിപ്പോൾ ആരുടെയും കുറ്റമല്ല. അത് നല്ലൊരു വക്കീലായിരുന്നുകൊണ്ട് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ വെച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള അലിഗേഷൻ വന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, നിങ്ങൾക്കറിയാം, ഒരു ക്രിമിനൽ ലോയറിനെ സംബന്ധിച്ച് ഏത് കേസ് ഏൽപ്പിക്കുന്ന ആ കേസ് വാദിക്കും. ഇപ്പോൾ പിണറായി വിജയന് വേണ്ടി വാദിച്ച ഒരാൾ നാളെ VD സതീശന് വേണ്ടി വാദിക്കാൻ വന്നാൽ ആരുടെ കേസാണോ ഏറ്റെടുത്തിട്ടുള്ള ആ കക്ഷിയോടായിരിക്കും കൂടുതൽ. അതാണ് വക്കീൽമാർ, അതിൻ്റെ ഒരു എത്തിക്സാണ്. അതനുസരിച്ച് പ്രദീപനെ വെച്ചപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടായി. അത് ഞാൻ രാജിവെച്ചു. രണ്ടുമല്ല, സർക്കാർ വയ്ക്കുന്ന ഞങ്ങൾ അത് അങ്ങനെ ഒരു ഫീലിംഗ് ജനങ്ങൾക്കുണ്ടായപ്പോൾ അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ വക്കീൽമാരുടെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കേസ് ആർക്ക് വേണ്ടി വാദിക്കുന്നു അവരോട് നീതി പുലർത്തുക എന്നുള്ളത്. അത് പുലർത്താത്തവർക്ക് ഡിസ്ക്വാളിഫിക്കേഷനാണ്. അത് അദ്ദേഹത്തിന് ആ കേസ് അത് വിട്ടല്ലോ. ഇപ്പോൾ പുതിയതിന് വേണ്ടിയിട്ട് വെച്ചതാണ്. ഏതായാലും വെച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് ഞാൻ രാജിവെച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. എത്ര മതി? തീർച്ചയായും വേസ്റ്റ് ഇടുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, വേസ്റ്റ് ഡിസ്പോസൽ സംവിധാനം കൊണ്ടുവന്നാൽ അതിനെയും വിമർശിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഞാൻ MLA ആയി 8 വർഷക്കാലം ഇരുന്നു. ഞാൻ കൊണ്ടുവരാൻ തീരുമാനിച്ച പല മാലിന്യ സംസ്കരണ യൂണിറ്റുകളും എതിർപ്പ് കാരണം
അന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരേ ഒരു പദ്ധതി മാത്രമേ നടപ്പാക്കാൻ കഴിയാതിരുന്നുള്ളൂ. അപ്പോൾ ആ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും ഒന്നിക്കും. ഞാൻ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും, ഞാൻ ഇതുവരെ ഇപ്പം കഴിഞ്ഞ 10 വർഷക്കാലം LDF ഭരിച്ചപ്പോഴും അതിനുമുമ്പ് UDF ഭരിച്ചപ്പോഴൊന്നും ഒരു മാലിന്യ സംസ്കരണത്തിനെതിരായിട്ടുള്ള സമരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. അതെൻ്റെ പോളിസിയാണ്. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, മാലിന്യ സംസ്കരണം ഇല്ലെങ്കിൽ ഒരുപാട് പകർച്ചവ്യാധികൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവും. ഞാൻ അന്ന് ഇന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. LDF സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ പോലും വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ അവർക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്. മുമ്പ് വിളപ്പിൽശാല സംഭവത്തിൽ പോലും ഞാനന്ന് തിരുവനന്തപുരം നഗരസഭയ്ക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അന്നത്തെ മേയർ പരസ്യമായിട്ട് അക്കാര്യത്തിൽ എന്നോട് നന്ദിയും പറഞ്ഞു. അതെൻ്റെ ഒരു പോളിസിയാണ്. എല്ലാ കാര്യങ്ങളും ഇന്നിപ്പോൾ തീർക്കണ്ട, ഇനിയില്ലേ ദിവസം. ആരെ അതുകൊണ്ടാണല്ലോ പത്മകുമാറിനെ പുറത്താക്കലിന് വരെ സസ്പെൻഷൻ ആക്കിയത്. കാരണം പല സത്യങ്ങളും അദ്ദേഹം വിളിച്ചു പറയുന്നുള്ളതുകൊണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.